പാടി സ്തുതിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ വിവിധ ടൈം സോണിൽ നിന്ന് ഈ ലൈവ് വർഷിപ്പ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹവും അത്ഭുതമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച് ഹൃദയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മറ്റാരെക്കാളും നമ്മുടെ ഹൃദയത്തെ നന്നായി എന്ന കർത്താവ് നമ്മൾ ചിന്തിക്കുന്ന വിചാരങ്ങൾ, ചിന്തകൾ നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് പോലും എന്തിനേറെ പറയുന്നു, നമ്മെ നൊന്ത് പ്രസവിച്ച നമ്മുടെ മാതാവ് അറിയുന്നതിനേക്കാൾ നന്നായി, നമ്മുടെ പിതാവ് അറിയുന്നതിനേക്കാൾ നന്നായി ഇത് പകൽ അറിയുന്നൊരുവൻ യേശു ഇന്ന് പകൽ നിങ്ങളുടെ മുറിക്കുള്ളിൽ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടൊന്ന് വിശ്വസിക്കുന്നവരെല്ലാം ആ കണ്ണുകളെ അടച്ച് ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവൻ ഉണ്ടെനിക്ക്. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവൻ ഉണ്ടെനിക്ക്. ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേകിടുന്നു. ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേ. ചേർന്ന് പാടാമോ? നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾ തോറും വൻ കൃപയാ എന്നെ നടത്തിയിടുന്നു. ചേർന്ന് നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോ ചേർന്ന് പാടാമോ? കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോ വേളകളിൽ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. കൂടാരമറവിലൻ അഭയം തരും. കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. കൂടാരമറവിലൻ അഭയം നടത്തിയിടുന്നു. ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തി. അടുത്ത വരികൾ ചേർന്ന് ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവൻ ഉണ്ടെനിക്ക്. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവൻ ഉണ്ട്. ആകുലത്തിൽ ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസം. ഇന്ന് പകൽ ദൈവിക ആശ്വാസം അനുഭവിക്കുന്നവരെല്ലാം ഒന്ന് പാടി. എൻ്റെ വ്യാകുലത്തിൽ
നടത്തിയിടുന്നു നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. ഓ നാൾതോറും വൻ കൃപയാ എന്നെ നടത്തിയിടുന്നു. നാൾതോറും വൻ കൃപയാ. അടുത്ത വരികൾ ചേർന്ന് പാടാമോ? ശോധനയാലുള്ള തകർന്നിടിലും ശോധനയാ ഉള്ളം തകർന്നിടിലും വേദനയാൽ കണ്ണുകൾ നിറഞ്ഞിടിലും ആരും അറിയാതെ നിന്റെ ഉള്ളം തകർന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളെല്ലാം നിന്നെ ചേർത്തണയ്ക്കുന്ന ദൈവസ്നേഹത്തെ ഇന്ന് പകൽ ശരീരത്തിനകത്ത് അനുഭവിച്ച് ചേർന്ന് പാടാമോ? ആനന്ദമാ ആനന്ദമായി പരമാനന്ദമായി ആനന്ദ സന്തോഷത്തിൽ ജീവിതമായി ആനന്ദമായി പരമാനന്ദമായി ആനന്ദ സന്തോഷത്തിൽ ജീവിതമായി നടത്തിയിടുന്നു ദൈവമെന്നെ നാൾതോറും വൻ കൃപയാ എന്നെ നടത്തിയിടുന്നു. ഓ നാൾതോറും വൻ കൃപയാ നടത്തിയിടുന്നു. ഭൗമിക നാളുകൾ ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമൻ. ചേർന്ന് പാടാം. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനന്ദേ. ഭാരമില്ല തെല്ലും ഭീതിയില്ല ഭാവിയെല്ലാം അവൻ കരുതി. ഭാരമില്ല തെല്ലും ഭീതിയില്ല ഭാവിയെല്ലാം അവൻ. ആ വരികളൊന്ന് പാടി. ഭാരമില്ല ചേർന്ന്. ഭാരമില്ല തെല്ലും ഭീതിയില്ല നമ്മുടെ ഭാവിയെ കരുതുന്ന കർത്താവ്, മുമ്പോട്ടുള്ള വഴികളെ വിശാലമാക്കി തരുന്നവൻ. ചേർന്ന്. ഭാരമില്ല തെല്ലും ഭീതിയില്ല ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾതോറും വൻ കൃപയാ എന്നെ നടത്തിയിടുന്നു. നാൾതോറും വൻ കൃപയാ എന്നെ നടത്തിയിടുന്നു. നന്ദിയാ എന്നുള്ളം പൊങ്ങുന്നേ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ
ചെയ്ത ക്രിയകൾ നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ഇന്ന് പകൽ എത്ര പേർക്ക് നന്ദി പറയുവാൻ കഴിയും? തോന്നി പാപി ആയിരുന്നെ വൻചേറ്റിൽ നിന്നും കയറ്റി കൊടും പാവി ആയിരുന്നെ വൻചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ട് എൻ്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എൻ്റെ നാവിൽ. സഭ ചേർന്ന് ഒരുമിച്ച് പാടിയ നന്ദിയാൽ നന്ദിയാലെ ഉള്ളം തുള്ളുന്നേ. വല്ലഭ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാൻ ഇനി സേവിക്കും. എന്റെ പ്രാണനായകനേശുവേ നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എന്റെ പ്രാണനായകനേശുവേ നിന്റെ സ്നേഹം നീ എനിക്കേ. എന്റെ ആയുസ്സിൽ എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാൻ ഇനി സേവിക്കും. എന്റെ പ്രാണനായകനേശുവേ നിന്റെ സ്നേഹം നീ ഞങ്ങൾക്ക് ഏകിയതാ. നിന്റെ കരുതൽ ഞങ്ങൾക്ക് ഏകിയതാ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ നടക്കുന്നു. ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹൃദയം തുറന്ന് നന്ദി പറയുവാൻ കഴിയുന്നവരെല്ലാം കണ്ണുകളെ അടച്ച് ആത്മനിറവിൽ നന്ദി പറഞ്ഞു തുടങ്ങിയേ. നിങ്ങളെ അറിയുന്ന ഒരു കർത്താവ്, നിങ്ങളെ കരുതുന്ന ഒരു കർത്താവ്, നിങ്ങളെ ശ്രേഷ്ഠമായി പുലർത്തുന്ന ഒരു കർത്താവ്. ഇന്ന് പകൽ അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവരെല്ലാം നന്ദിയുള്ള ഹൃദയത്തോടെ വായുകൾ തുറന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ, നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. നിങ്ങളുടെ മുറിക്കകത്ത ദൈവ സാന്നിധ്യം ചലിക്കുന്നു. എന്റെ പ്രാണ നായകനേശുവേ സ്നേഹം എനിക്ക്. ഹല്ലേലൂയ.
കരങ്ങൾ ഉയർത്തി നന്ദി പറയാൻ കഴിയുന്നവരെല്ലാം കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പഴയ ഗാനങ്ങളെല്ലാം പാടിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം എന്നെ സ്പർശിച്ചൊരു വരിയാണ്, ഭാവിയെല്ലാം അവൻ കരുതും. ഹല്ലേലൂയ. ആശങ്ക വേണ്ട, ഭീതി വേണ്ട. നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചെങ്കിൽ അവൻ നന്നായി നമ്മെ നടത്തുന്ന കർത്താവ്. എത്ര പേർക്ക് നിങ്ങളുടെ മുറിക്കൊക്കെ തിരുന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കർത്താവിന് നന്ദി പറയാൻ കഴിയും? ഒരു ജീവിത അനുഭവ കഥ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങളുടെ ആത്മീക ജീവിതത്തെ അത് ബലപ്പെടുത്തുന്നെങ്കിൽ കർത്താവിന് നമുക്ക് ഒരുമിച്ച് നന്ദിയും പറയാം. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരു ദൈവദാസനും കുടുംബവും കർത്താവിനെ യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവദാസനും കുടുംബവും കഷ്ടതകളും വേദനകളും പട്ടിണിയും ഒരു സൈഡിലുണ്ട്, നിരാശകളുണ്ട്. അതിനെല്ലാം വകവയ്ക്കാതെ ക്രിസ്തുവിന് വേണ്ടി ഓടുന്ന ദൈവദാസനും കുടുംബവും വർഷങ്ങൾക്ക് മുമ്പത്തെ അനുഭവമാണ്. ഇന്നത്തെ പോലെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു സമയം, ഫോണോ വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം. വളരെ ചെറിയൊരു ചർച്ച്. വിശ്വാസികളൊക്കെ താമസിക്കുക ചിലപ്പോൾ മലകൾ താണ്ടിയായിരിക്കും, അപ്പുറത്തായിരിക്കും, കിലോമീറ്ററുകൾക്ക് അപ്പുറമായിരിക്കും. ഒരു പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്യണമെങ്കിൽ ഇന്നാണെങ്കിൽ വാട്സപ്പിലൂടെ സന്ദേശം അയക്കാം, കോൾ ചെയ്യാം. അന്ന് അതിനുള്ള സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്ത സമയം. ഒരു വിശ്വാസിയുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ ഓടി നടന്ന് പാസ്റ്റർ വീട്ടിൽ വന്ന് പ്രാർത്ഥന വിഷയം പറഞ്ഞ് പാസ്റ്ററേയും കുടുംബത്തെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവം പിൻകാല അനുഭവങ്ങളിൽ എനിക്കും ഓർക്കുവാൻ കഴിയും. അന്നൊരു ദിവസം ഒരു വിശ്വാസി കുടുംബത്തിന് പ്രത്യേക ഒരു സാഹചര്യം, ഒരു വേദന അനുഭവം ജീവിതത്തിനകത്തുണ്ടായി, ആ കുടുംബത്തിനകത്തുണ്ടായി. പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ദൈവദാസനെ കുടുംബത്തെയും തേടി വന്നു. ആ ദൈവദാസന് ഒരു മോനും ഒരു കുഞ്ഞുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രിയമാതാവ് ഒരു കുഞ്ഞിനെ ഉരുവായിരിക്കുന്ന സമയമാണ്. ആ കുഞ്ഞിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയം, വയറ്റിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന സമയം. പെട്ടെന്ന് ഈ പ്രാർത്ഥന വിഷയമായി ഓടിച്ചെന്ന് പറഞ്ഞപ്പോഴേക്കും അവരുടെ ആരോഗ്യസ്ഥിതി ഒന്നും നോക്കാതെ അവർ ആ വിശ്വാസിയുടെ കുടുംബത്തിൻ്റെ കൂടെ ചേർന്ന് ആ മല കടന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയ സമയം. ഒരു കുഞ്ഞ് വയറ്റിൽ രൂപം കൊണ്ടു കഴിഞ്ഞാൽ മാതാവ് കഴിക്കുന്ന ആഹാരമായിരിക്കാം പിൻകാല അനുഭവത്തിൽ ആ കുഞ്ഞിന് ബലവും ആരോഗ്യം നൽകുന്നത്. പ്രിയമാതാവ് ഭക്ഷണം കഴിച്ചിട്ട് ചില ദിവസങ്ങളായി. ദൈവത്തോടുള്ള സ്നേഹനിമിത്തം ഈ വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മലകൾ ചവിട്ടിക്കേറുന്ന സമയത്ത് അറിയാതെ കാൽ വഴുതി വയറ് കല്ലിൽ മേലിടിച്ച് വീഴുവാൻ തുടങ്ങി. ശക്തമായ വേദന അനുഭവിച്ചു. ആരുമില്ല താങ്ങാനായി. ദീർഘ ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു സമയം നിങ്ങൾക്കും ചിന്തിക്കാം എന്തായിരിക്കും ആ സമയത്തുണ്ടാകുന്നത്. തളർന്നു പോകും ശരീരം. വീണവീഴ്ചയിൽ അലറി വിളിച്ചു. വേദന താങ്ങുവാൻ കഴിയാത്ത മാതാവ്. പെട്ടെന്ന് തന്നെ ആ പിതാവും കൂട്ടുവിശ്വാസിയും ചേർന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. അന്നത്തെ സാങ്കേതിക ഉപകരണങ്ങൾ കൊണ്ടെല്ലാം പ്രിയമാതാവിനെ ചെക്കപ്പ് ചെയ്തു. ചെക്കപ്പ് ചെയ്ത ചില മണിക്കൂറുകൾക്ക് ശേഷം ആ ഡോക്ടർ വന്ന ആ പിതാവിനോട് പറഞ്ഞു, ആ മാതാവിൻ്റെ വീഴ്ചയിൽ ആ കുഞ്ഞിൻ്റെ കാല് വളഞ്ഞു പോയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യം ചോദിച്ചു പ്രിയ പിതാവിനോട്. ഒന്നുമില്ല, മുമ്പിൽ ശൂന്യതകൾ മാത്രം, കഷ്ടതകൾ മാത്രം, ഇല്ലായ്മകൾ മാത്രം അനുഭവിക്കുന്ന ദൈവമനുഷ്യൻ എന്തെന്ന് പറയാതെ മിനിറ്റുകൾ മൗനമായിരുന്നു. ഈ മൗനമായിരുന്ന സമയങ്ങളിൽ അടുത്തിരുന്ന വ്യക്തികളുടെ വാക്കുകൾ, പ്രിയപ്പെട്ടവർ, ഏറ്റവും പ്രിയപ്പെട്ടവർ, അവർ പറഞ്ഞു, എന്തിനാണ് ഒരു ഞൊണ്ടി അല്ലെങ്കിൽ ഒരു അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ജനിപ്പിച്ചിടുന്നേ? അതിന് അബോർഷൻ ചെയ്തു കളയാൻ പറഞ്ഞു, ഇല്ലായ്മ ചെയ്തു കളയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരുടെ വാക്കുകൾ സൈഡിൽ നിന്ന് ഉയർന്നു വന്നു. എന്നാൽ ദൈവത്തെ ആഴമായി ദർശിച്ച, ദൈവത്തെ ആഴമായി ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആ ദൈവമനുഷ്യൻ പറഞ്ഞു, ആ മകൾ, ആ കുഞ്ഞ് ഞൊണ്ടിയാണെങ്കിലും കാലിന് സ്വാധീനമില്ലെങ്കിലും എനിക്ക് ആ കുഞ്ഞിനെ വേണം. വിശ്വാസത്താൽ
ആ വാക്കുകൾ പറയുവാൻ തുടങ്ങി. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, 2 കാലുകൾക്കും ഊന് സംഭവിക്കുമെന്നും ഒരു ഞൊണ്ടി ജനിച്ചു വീഴുമെന്നും ലോകം നോക്കി നിൽക്കെ 2 കാലുകൾക്കും ബലമുള്ളവനാക്കി പരിശുദ്ധാത്മാവിനെ എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാം, ഒരു ശക്തിക്കും ഒരു ലോകശക്തികൾക്കും ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തൊടുവാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറയുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ആമേൻ പറഞ്ഞാട്ടെ. അല്പം നിമിഷം ആ കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അതെ, പ്രശ്നം വന്നോട്ടെ പ്രിയരെ, ഞാൻ എപ്പോഴും പറയുന്ന പദങ്ങളാ, പ്രശ്നം വന്നോട്ടെ, പ്രതികൂലത്തിന്റെ അളവുകൾ വർദ്ധിക്കട്ടെ, എന്നാൽ വിശ്വാസത്തിന്റെ വാക്കുകൾ വചനത്തിൽ നിന്നും ഉയർന്നു വരട്ടെ. ചേർന്നൊരാമേൻ പറയാം. ഇന്ന് പകൽ നമുക്ക് ഒത്തിരി പ്രാർത്ഥന വിഷയമുണ്ട്. നമ്മുടെ പ്രാർത്ഥന വിഷയം എന്തൊക്കെയാ? അമേരിക്ക പോകണം, ഗൾഫിൽ പോകണം, മക്കളുടെ ഭാവി, കടഭാരം, പണം. പ്രിയതെല്ലാം നല്ലതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉത്തമം, ഏറെ ഉത്തമം അങ്ങയുടെ സാന്നിധ്യം വേണം കർത്താവേ. എത്ര പേർക്ക് പറയാൻ കഴിയും ഓരോ ദിവസവും അങ്ങയുടെ കൃപ എൻ്റെ കൂടെ വേണം, അങ്ങയുടെ സാന്നിധ്യം അല്ലാതൊന്നും ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് നേടിയെടുക്കാനില്ല? എത്ര പേർക്ക് പറയുവാൻ കഴിയും? അവർ മാത്രം കണ്ണുകളെ അടച്ച് കർത്താവിനോട് നന്ദി പറയാം. ഈ നിമിഷങ്ങളിൽ നന്ദി പറയാം. വചനം പറയുന്ന മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും നൽകി തരുന്ന കർത്താവ്. ഒരു ഞൊണ്ടിയായി ജനിക്കേണ്ടവനായിരുന്നു ഞാൻ. സാധ്യതകളെല്ലാം എൻ്റെ മുമ്പിൽ അസ്തമിച്ചു പോയി. അബോഷൻ മാത്രമായിരുന്നു എൻ്റെ മുമ്പിൽ ഉയർന്നത്. എന്നാൽ 2 കാലുകൾക്കും ബലമുള്ളവനാക്കി എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയെങ്കിൽ നിങ്ങളെ മാറ്റിമറിക്കുവാൻ, നിങ്ങളുടെ ഇല്ലായ്മകളെ, നിങ്ങളുടെ ദുരിതങ്ങളെ, നിങ്ങളുടെ കഷ്ടതകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവസ്നേഹത്തെ നമുക്ക് ഒരുമിച്ച് ഇന്ന് പകലിലും പാടി ആരാധിക്കാം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ ചേർന്ന് പാടി കർത്താവിനെ ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം. കരങ്ങളെ തട്ടുവാൻ കഴിയുന്നവരെല്ലാം ആ കരങ്ങളെ തട്ടി. ഓ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ചേർന്ന് ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ചേർന്ന് അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആത്മശക്തിയാൽ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭി. അഭിഷേകം പകർന്നിടും. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും. ഉറപ്പോടൊന്ന് പാടിയേ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ. ക്ലേശം നിറയും, ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ. തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ. തുറന്നിടുക നൽനീരുറവ,
ഞാൻ എഴുന്നേറ്റു ഷോ. അഭിഷേകം പകർന്നിടുക, പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും. ഒരിക്കൽ കൂടെ ക്ലേശം നിറയും, ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ. തുറന്നിടുക, തുറന്നിടുക നീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാ. ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ. തുറന്നിടുക നീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ആത്മശക്തിയാൽ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താലേ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കും. ഓ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. ആഗ്രഹിക്കുന്ന ജനം ഒരുമിച്ച് ശമനന്തരെ പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും. ചെറുപടമോ എരുതിയിൽ വീണാലും, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും ഓഹോ അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിൽ. ഓഹോ വീഴുന്നതു തീയിലല്ല. ഉറപ്പോടെ ഒരിക്കൽ കൂടെ ആ വരികൾ. എരുതിയിൽ വീണാലോ, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ഓ വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളില്ല. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളില്ല. പരീക്ഷ എന്റെ ദൈവം, പരീക്ഷ എന്റെ ദൈവം അനുവദി. കരങ്ങളെ തട്ടി അനുവദിച്ചാൽ പരിഹാരമേനിക്കാൻ കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. ദൈവം എനിക്ക് അനുകൂലം, ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ഓ ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരുന്നു. ഓ ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരുന്നു. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ ആത്മാവിൽ അത് കണ്ടൊന്ന് പാടിയേ. പരിഹാരത്തെ ഇതിനകത്ത് പകൽ ആത്മാവിൽ കണ്ടുണർന്ന് പാടിയേ. കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ.
ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണ്. ഘോരമശോധനയിൽ വന്നാഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമശോധനയിൽ വന്നാഴങ്ങൾ കടന്നിടുമ്പോൾ എന്നെ നടത്തുന്നത് യേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. എന്നെ നടത്തുന്നത് യേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയും. എനിക്കായി കരുതുന്നവൻ, എനിക്കായി കരുതുന്നവൻ, വൻഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ഓ എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ചേർന്ന് പാടാമോ? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഉറപ്പോടെ പരീക്ഷ എന്റെ അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ശക്തമായ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് വായുകളെല്ലാം തുറന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ആത്മാവിൽ ശബ്ദമുയർത്തി ഇന്ന് പകൽ ആരാധിക്കുവാൻ കഴിയുന്നവരെല്ലാം ശരീരങ്ങളെ ആത്മാവിൽ വിട്ടുകൊടുത്ത് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ഹല്ലേലൂയ. സകല സ്തുതികൾക്ക് പുകഴ്ചയ്ക്ക് യോഗ്യനായ യേശുവിനെ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു. അങ്ങയുടെ നാമം ഇന്ന് പകൽ ഉയരട്ടെ, അങ്ങയുടെ നാമം ഇന്ന് പകൽ ഉയരട്ടെ. കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് അങ്ങയുടെ നാമം ഉയരട്ടെ. ഈ ദേശത്തിൽ അങ്ങയുടെ നാമം ഉയരട്ടെ. വിശ്വസിക്കുന്ന ദൈവജനം കരങ്ങളെ തട്ടി ശബ്ദമുയർത്തി വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പാടാമോ ഒന്ന്? വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. ഒരിക്കൽ കൂടെ. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. ഘോരമാം ശോധനയിൽ വന്നാഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമാം ശോധനയിൽ വന്നാഴങ്ങൾ കടന്നിടുമ്പോ എന്നെ നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ.
എന്നെ നടത്തുന്നത് യേശു ഉറപ്പുള്ളവർ. എന്നെ നടത്തുന്നത് യേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. എന്നെ നടത്തുന്ന യേശു, എന്നെ നടത്തുന്നത് യേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. നിൻ ജീവനൻ പേർക്കാ തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിലും. തീ പോലത്തെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും പ്രിയരെ. അതുകൊണ്ടല്ലേ വചനം പറയുന്നേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ. ഇന്നു പകൽ ധൈര്യം നൽകുന്ന യേശു നമ്മുടെ കൂടെയുണ്ട്. പലപ്പോഴും ഈ വചനഭാഗം പറഞ്ഞ് പ്രാർത്ഥിച്ച് പലപ്പോഴും എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ ആശ്വസിക്കുന്നുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും, ഒരു ദിവസം എന്നല്ല പറഞ്ഞേ, ഒരു മിനിറ്റ് എന്നല്ല പറഞ്ഞേ, ഒരു സെക്കൻഡ് എന്നല്ല പറഞ്ഞേ, ലോകം അവസാനിക്കാനും അവസാനിച്ചു കഴിഞ്ഞാലും അത് കഴിഞ്ഞും അവൻ്റെ സ്നേഹം തീർന്നു പോകുന്നില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും. അതിപ്രിയരെ, നമ്മുടെ യേശു അവൻ അത്രമാത്രം സ്നേഹമുള്ളവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു പകൽ ശരീരത്തിനകത്ത് അത് അനുഭവിക്കുന്നുവെങ്കിൽ, ഒരിക്കൽ കൂടെ കണ്ണുകളേക്ക് ഒന്ന് അടയ്ക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഈ വരികളൊന്ന് ചേർന്ന് പാടാം. നിൻ ജീവനൻ പേർക്കായി തന്നതിനാൽ അങ്ങേ ഞാൻ സ്നേഹിക്കും, അങ്ങേ ഞാൻ സേവിക്കും. ഒരുമിച്ച് കണ്ണുകളെ അടച്ച് ഈ വരികൾ കൂടെ നമുക്ക് ചേർന്ന് പാടാം. തേനിലും മധുരമാം. Thank you, Father. Hallelujah. നിൻ ജീവനൻ പേർക്കാ തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നിൻ ജീവനൻ പേർക്കാ തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിലും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നിൻ ജീവനൻ പേർക്കാ തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാ. അക്കാരങ്ങളെല്ലാം ഉയർത്തി തേനിലും മധുരം, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. ഓ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യ. വീണ്ടും ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. ഓ ആരാധന ജീസസ്, ആരാധന, ആരാധന, ആരാധന യേശുവിന് ആരാധന, ആരാധന, ആരാധന,
ആരാധന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി യേശുവിനാരാധന, ആരാധന, ആരാധന. ഓ ആരാധന, 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 ആരാധന. ലോകത്തിലെ തേനിനേക്കാളും മാധുര്യമേറുന്ന തേൻകട്ടയേക്കാളും പിതാവേ, അങ്ങയുടെ സ്നേഹം എത്രമാത്രം മാധുര്യമുള്ളത്. ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ അത് മനസ്സിലാക്കുന്നു. ഞങ്ങൾ രുചിച്ചറിയുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കൈപ്പേറിയ ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി ഭാരങ്ങളുണ്ട്. അതിന് നടുവിലെല്ലാം യേശുവിൻ്റെ സ്നേഹം അതിനെ മാറ്റുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആരെക്കാളും ഞങ്ങളെ നന്നായി അറിയുന്ന കർത്താവ്, ആരിൽ ഞങ്ങളുടെ മനോഭാരങ്ങളെയെല്ലാം മനസ്സിലാക്കുന്ന ആ ദൈവസ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. എല്ലാ സ്നേഹത്തിനും എല്ലാ ആദരവുകൾക്കും നന്ദി പറയുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇത്രത്തോളം സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവ് നമ്മുടെ